നമസ്കാരം. LG വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരിയാർ ചാലക്കുടി നദീതടങ്ങളിൽ മഴമാപിനികൾ സ്ഥാപിക്കാനൊരുങ്ങി ഇക്വിനോക്റ്റും കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കരയും. മഴമാപിനികളുടെ വിതരണോദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന MN ചന്ദ്രന്റെ 11ാമത് ചരമവാർഷികാനുസ്മരണം കരുമാലൂർ മനക്കപ്പടിയിൽ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഏരൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുന്നിൽ എത്തിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി. ചത്ത മീനുകളുമായി എത്തിയ കർഷകർ മീനുകൾ ഓഫീസിലേക്ക് വലിച്ചെറിഞ്ഞു. പോലീസുകാരും പ്രതിഷേധക്കാരും തമ്മിൽ ഉന്തും തള്ളും വാക്കേറ്റവും ഉണ്ടായി. വെള്ളം കുടിക്കാനും പറ്റിയുള്ള പഞ്ചതരം കാണിച്ചിട്ട് സഹായിക്കണം. ആവശ്യത്തിന് പ്രതിരോധം നിങ്ങളല്ല തീരുമാനിക്കണം. ഞങ്ങളുടെ പ്രതിനിധികളെ നിങ്ങളെ പെരിയാർ ചാലക്കുടിയാർ നദീതടങ്ങളിൽ മഴമാപിനികൾ സ്ഥാപിക്കാനൊരുങ്ങി ഇക്വിനേറ്റും കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കരയും. മഴമാപിനികളുടെ വിതരണോദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനായി പെരിയാർ ചാലക്കുടിയാറുകളുടെ തീരത്ത് മഴമാപിനികൾ സ്ഥാപിക്കാൻ തയ്യാറെടുക്കുകയാണ് കൊച്ചി ആസ്ഥാനമായുള്ള ഇക്വിനോക്റ്റ്. പുത്തൻവേലിക്കര കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററിന്റെ സഹകരണത്തോടെ സന്നദ്ധ സംഘടനകളും കർഷകരും വിദ്യാർത്ഥികളും ഇതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാന രംഗത്ത് കുട്ടികളെ തയ്യാറാക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും മുൻഗണന നൽകിയാണ് പ്രവർത്തനം. പുത്തൻവേലിക്കര, ചേന്നമംഗലം, പൊയ്യ, കൂഴൂർ, കുന്നുകറ എന്നീ പഞ്ചായത്തുകളിലെ വിവിധ പ്രദേശങ്ങളിലായി 10 ഇടങ്ങളിലാണ് മഴമാപിനികൾ സ്ഥാപിക്കുന്നത്. പുത്തൻവേലിക്കര പഞ്ചായത്തിലെ തേലത്തുരുത്തി നടന്ന ചടങ്ങിൽ വെച്ച് മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. പണ്ടൊക്കെ കാലാവസ്ഥാ പ്രവചനം മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ടാകുമെന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമായി നമ്മൾ തമാശയ്ക്ക് പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത. അതിന് വ്യത്യാസമായി അത്തരത്തിലുള്ള പ്രവചനങ്ങളെ ഇന്ന് ആരും മുകളിലേക്ക് എടുക്കുന്നില്ല. കൃത്യമായി ആര് പറയുന്നു അവരെയാണ് ജനം അംഗീകരിക്കുന്നത്. പഠനങ്ങളുടെയും കണക്കുകളുടെയും ഗവേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ എന്തു പറയുന്നു എന്നാണ് പുതിയ ലോകം കാതോക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ കൗതുകത്തോട് നോക്കിയത് ഈ കുട്ടികൾ എത്ര കൃത്യനിഷ്ഠമായി ഇത് ക്ലാസ്സിലിരുന്നു അല്ലേ, ഇത് പഠിച്ചു. ബാനിക്കുട്ടൻ്റെ കുട്ടികൾ നേരത്തെ വർഷമായി ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ, 5 വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നു, കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നു. കാലാവസ്ഥയുടെ വ്യതിയാനം മനുഷ്യനുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ചും നേട്ടത്തെക്കുറിച്ചും പഠിക്കുന്നു. ഇവിടെ നേരത്തെ ക്ഷീരമേഖലയെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പഠനത്തിൽ മനസ്സിലായത് 20% പാലുൽപാദനം കേരളത്തിൽ, മധ്യ കേരളത്തിൽ 4 ജില്ലയിൽ ഈ കാലാവസ്ഥയിലുണ്ടായ താപനിലയിലുണ്ടായ വ്യതിയാനത്തിൽ കുറവാണ്. ഞങ്ങൾക്കൊരു സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പരിമിതിക്കകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നത് ആ താപനിലയിലുണ്ടാകുന്ന വ്യതിയാനത്തിൽ കർഷകനുണ്ടാകുന്ന ഉൽപ്പാദനക്കുറവിനെ അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാനുള്ള ഒരു ഇൻഷുറൻസ് പദ്ധതി ഞങ്ങൾ നടപ്പാക്കി. കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായ ഡോക്ടർ CG മധുസൂദനൻ, ഡോക്ടർ C ജയരാമൻ, MP ഷാജൻ, PS ബൈജു, VS അനിക്കുട്ടൻ, സുമില ശിവൻ, പ്രധു, മായ ഹരിലാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫ്ലഡ് ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന, വെള്ളപ്പൊക്കത്തിൻ്റെ മുന്നറിയിപ്പ് നൽകാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്ക് നിലവിലില്ല. അപ്പോൾ അത് പലപ്പോഴും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾക്കും വലിയ തോതിലുള്ള മനുഷ്യൻ്റെയും ജീവികളുടെയും ഒക്കെ നാശത്തിനും അല്ലെങ്കിൽ മരണത്തിനും ഒക്കെ ഇട നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഒരു വലിയൊരു പ്രഹേളിക തന്നെയാണ്, വലിയൊരു വെല്ലുവിളിയാണ് സർക്കാർ തലത്തിൽ തന്നെ. എങ്ങനെയാണ് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ
ഏറ്റവും നേരത്തെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ എങ്ങനെ നൽകാൻ പറ്റും, അത് നിലവിലുള്ള സാങ്കേതിക വിദ്യകളിലുള്ള പോരായ്മകൾ എങ്ങനെയാണ് നികത്താൻ പറ്റുക, അതിന് എന്തൊക്കെ രീതിയിലാണ് ഇതിൽ പുതിയ ആശയങ്ങളും പുതിയ സംവിധാനങ്ങളും കൊണ്ടുവരാൻ സാധിക്കുക. ഇത് ലോകം മുഴുവൻ അന്വേഷിക്കുന്ന ഒരു വിഷയമാണ്. അത് വികസിത രാജ്യങ്ങളിലായാലും വികസ്വര രാജ്യങ്ങളിലായാലും ഒക്കെ തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ് കുറച്ച് നാൾ മുമ്പ് തന്നെ അമേരിക്കയിലായാലും ശരി, യൂറോപ്പിലായാലും ശരി, ബാക്കിയുള്ള വികസ്വര രാജ്യങ്ങൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വലിയ വെള്ളപ്പൊക്കങ്ങൾ, ഇപ്പോൾ തൊട്ടടുത്ത് ഗൾഫിലുണ്ടായ വെള്ളപ്പൊക്കം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കാലാവസ്ഥയിലുണ്ടായ വലിയൊരു മാറ്റമാണ്. ഇന്ന് ഇവിടെ വയ്ക്കുന്ന ഈ മഴമാവിന് നമ്മളുടെ ഈ പ്രവർത്തനം യൂണിസെഫ് അംഗീകരിക്കുകയും ഇക്കനോട്ട് കൃത്യമായ ഒരു പഠന റിപ്പോർട്ട് കൊടുക്കുകയും ലോകത്തിലെ 71 രാജ്യങ്ങളിലായിട്ട് 402 കമ്പനികൾ പുതുതായ ഒരാശയം, ഇതുപോലെയുള്ള ആശയങ്ങൾ കമ്പനിക്ക് സമർപ്പിക്കുകയും അതിൽ 7 ആശയങ്ങളാണ്, 7 പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭ യൂണിസെഫ് അംഗീകരിച്ചത്. ഇന്ത്യയിൽ അതിലൊരു പദ്ധതി ഈ ഇക്കനോട്ട് കൊടുത്ത ഈ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റ് കഴിഞ്ഞ ഒക്ടോബർ 13-ാം തീയതി എറണാകുളം കളക്ട്രേറ്റിൽ വെച്ച് ആരംഭിച്ചു. അതിൻ്റെ ആദ്യത്തെ മീറ്റിംഗ് നടന്നു. അതിനുശേഷം ഈ മഴമാവിന് ഇക്കനോട്ടിൻ്റെ ആ ഒരു സാങ്കേതികമായിട്ടുള്ള ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബാംഗ്ലൂർ ഒരു കമ്പനിയാണ് ഇത് ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ മഴമാവിന് പുതിയ ഈ എക്യുപ്മെൻറ്റ് ഇവിടെയാണ് സ്ഥാപിക്കുന്നത്. കോൺഗ്രസ് നേതാവായിരുന്ന എം.എൻ. ചന്ദ്രന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണം കരുമാലൂർ മനക്കപ്പടിയിൽ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റായും 4 നൂറ്റാണ്ടുകാലം കരുമാലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും പറവൂർ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായും SNDP പറവൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ച എം.എൻ. ചന്ദ്രന്റെ 11ാമത് ചരമവാർഷിക അനുസ്മരണം കരുമാലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എം.എൻ. ചന്ദ്രന്റെ ഓർമ്മകൾക്ക് 11 വർഷക്കാലം പൂർത്തിയാവുകയാണ്. വർഷങ്ങളോളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി പറവൂരിലും പിന്നീട് ആലങ്ങാടും ഒക്കെ ജനങ്ങളുമായും കോൺഗ്രസ് പ്രവർത്തകരുമായും അത്രയധികം ബന്ധം സ്ഥാപിക്കുകയും കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി കഠിനാധ്വാനം നടത്തുകയും നിരവധി നേതാക്കന്മാർ, കേരളത്തിലെ ഒട്ടുമിക്ക പ്രമുഖരായ നേതാക്കന്മാരുമായും ഒക്കെ വലിയ ആത്മബന്ധമുണ്ടായിരുന്ന MNCയുടെ ഓർമ്മകൾ അത് തീർച്ചയായും ഈ പ്രദേശത്തെ കോൺഗ്രസ്സിന് പുതിയ തലമുറയിൽ, പഴയ തലമുറയിൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കന്മാർക്കും കൂടുതൽ നല്ല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒന്നാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KR നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ TA നവാസ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ, DCC ജനറൽ സെക്രട്ടറി KV പോൾ, കുന്നുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു മാത്യു, മണ്ഡലം പ്രസിഡന്റുമാരായ TA മുജീബ്, EM അബ്ദുൾ സലാം, അനിൽ R, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP അനിൽകുമാർ, അഡ്വക്കേറ്റ് സിയാവുദ്ദീൻ, റഷീദ് കൊടിയൻ, KV ദാമോദരൻ പിള്ള, KV ബാലകൃഷ്ണൻ, PA സക്കീർ, MA അലി, ജിജി സൈമൺ, സൈഫുന്നിസ റഷീദ്, ലിസി മാണിയേക്കൽ, സൂസൻ വർഗീസ്, പോൾസൺ ഗോപുരത്തിങ്കൽ, സാറ റഹീം, CS സുനീർ എന്നിവർ പ്രസംഗിച്ചു. പറവൂർ നിയോജകമണ്ഡലത്തിൻ്റെ കോൺഗ്രസിൻ്റെ മുൻ ബ്ലോക്ക് പ്രസിഡന്റ്, അതേപോലെ തന്നെ കരുമാലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ദീർഘകാലം കരുമാലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തോളം കരുമാലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ്, കൂടാതെ SNDP പറവൂർ താലൂക്ക് യൂണിയൻ്റെ ദീർഘകാലം പ്രസിഡന്റ് എന്നീ നിലകളിൽ പറവൂർ താലൂക്കിലും പരിസര പ്രദേശങ്ങളിലും നിറഞ്ഞു നിന്ന് സാമൂഹ്യ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു ശ്രീ എം.എൻ. ചന്ദ്രൻ. എം.എൻ. ചന്ദ്രൻ്റെ 11ാമത് ചരമവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹം കോൺഗ്രസിൻ്റെ 4 നൂറ്റാണ്ടിലേറെ കാലം പ്രസിഡന്റ് എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നല്ല കാലത്തും പ്രശ്നങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയി പാർട്ടിയെ അതിവിദഗ്ധമായി
നേതൃത്വ പാടവത്തോടെ നയിച്ച ആളായിരുന്നു ശ്രീ എം എൻ ചന്ദ്രൻ. ശ്രീ എം എൻ ചന്ദ്രൻ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് കരുമാലൂരിൽ നിന്ന് വടക്കേക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദീർഘകാല പ്രസിഡൻറ്റും അതിനുശേഷം പറവൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻറ്റും ആയി എനിക്ക് തോന്നുന്നു ഒരു 30 വർഷക്കാലം സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. അതുപോലെ സർവീസ് സഹകരണ ബാങ്ക് തട്ടാമ്പടി സർവീസ് സഹകരണ ബാങ്കിൻ്റെ 25 വർഷക്കാലം പ്രസിഡൻ്റാവുകയും പറവൂർ കാർഷിക വികസന ബാങ്കിലെ ഡയറക്ടറായി വർക്ക് ചെയ്യുകയും വളരെ അടുത്ത് പ്രവർത്തിക്കാൻ ഒരു സൗകര്യം കിട്ടിയ ഒരാളാണ് ഞാൻ. തികച്ചും ഒരു ഗാന്ധിയൻ, ഒരു സമാധാന പ്രിയൻ, തീർത്തും ഒരു മതേതരവാദി. നമ്മുടെ ഈ രാഷ്ട്രീയ സാമൂഹിക മേഖലകളിൽ ഒത്തിരി വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അതിനേക്കാൾ അപ്പുറം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പറ്റിയ ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു എം എൻ ചന്ദ്രൻ. അതുകൊണ്ട് തന്നെയാണ് ചെറുതും വലുതുമായ ഒത്തിരി അനുസ്മരണ യോഗങ്ങൾ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നത്. എല്ലാവിധ ആദരാഞ്ജലികളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പറവൂരിലെ വീട്ടിലെത്തിയാണ് മൊഴിയെടുക്കുക. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ തീരുമാനമായി. പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട് കോടതിയിൽ ഇതിനായി ഹർജി സമർപ്പിച്ചു. കോടതി നൽകുന്ന സമയപ്രകാരം പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയാകും മൊഴിയെടുക്കുക. ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ അമ്മയും സഹോദരിയും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട്. ഹർജി ഈ മാസം 27-ന് കോടതി വീണ്ടും പരിഗണിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെരിയാറിൽ രാസമാലിന്യം ഒഴുക്കിയതിനെ തുടർന്ന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തം. മലിനീകരണ നിയന്ത്രണ ബോർഡിന് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പെരിയാർ ചാലക്കുടി നദീതടങ്ങളിൽ മഴമാപിനികൾ സ്ഥാപിക്കാനൊരുങ്ങി ഇക്വിനോക്റ്റും കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ പുത്തൻവേലിക്കരയും. മഴമാപിനികളുടെ വിതരണോദ്ഘാടനം മിൽമ എറണാകുളം മേഖലാ ചെയർമാൻ MT ജയൻ നിർവഹിച്ചു. കോൺഗ്രസ് നേതാവായിരുന്ന എം എൻ ചന്ദ്രന്റെ 11ാമത് ചരമവാർഷികാനുസ്മരണം കരുമാലൂർ മനക്കപ്പടിയിൽ നടന്നു. കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നാളെ ഇതേ സമയം LG വിഷനിൽ. നമസ്കാരം.